പ്രഭാത ചിന്തയ്ക്കായി 66 സങ്കീർത്തനം 16 വാക്യം. സകല ഭക്തന്മാരും ആയുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നല്ല പ്രഭാതത്തിൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പല സങ്കീർത്തനങ്ങളും ചമച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ പല അനുഭവങ്ങളെയും ടച്ച് ചെയ്തു പോയിട്ടുണ്ട്. ഇങ്ങനെ തൻ്റെ വ്യക്തിപരമായ ഒരു തീഷ്ണത ചിലരെ അറിയിക്കുവാൻ തക്കതായ കാരണം തൻ്റെ ജീവിതത്തിൽ ഒരു ആത്മപ്രേരണയുണ്ടായി. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് മുമ്പുള്ളതായ വാക്യത്തിൽ 14 വാക്യത്തിൽ താൻ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: ഞാൻ കഷ്ടത്തിൽ ആയിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ച് എൻ്റെ വായാൽ ഞാൻ നേർന്നു. എന്താണെന്നറിയാമോ? കർത്താവ് എനിക്കൊരു വിടുതൽ തന്നാൽ, എനിക്കൊരു സൗഖ്യം തന്നാൽ, എന്നെ രക്ഷിച്ചാൽ, എന്നെ ഇന്ന രീതിയിൽ സഹായിച്ചാൽ, ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ അതിനെക്കുറിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സാക്ഷിക്കും. അധരങ്ങളാൽ താൻ നേർച്ച ചെയ്തതാണ്. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു രോഗത്തിൽ നിന്നുള്ളതായ വിടുതലായിരിക്കാം. ചിലപ്പോൾ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വഴിയൊരുക്കലായിരിക്കാം. ചിലപ്പോൾ അതൊരു മാനസിക സംഘർഷത്തിൽ നിന്നോ വിഷാദത്തിൽ നിന്നോ ഉള്ള വിടുതലായിരിക്കാം. ചിലപ്പോൾ അതൊരു പാപത്തിൽ നിന്നുള്ള മോചനവും പുതിയൊരു ജീവിതത്തിലേക്കുള്ള മാറ്റവുമായിരിക്കാം. ചിലപ്പോൾ അത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം നൽകിയ ജീവനായിരിക്കാം. ഏതായിരുന്നാലും ശരി, ഇപ്പോൾ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത് ദൈവം ചെയ്തതായ ചില കാര്യങ്ങൾ എൻ്റെ പ്രാണനെ വിടുവിക്കുവാൻ തക്ക എഫക്റ്റ് ഉള്ളതായിരുന്നു. നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു പ്രാണനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുവാൻ താൻ ക്ഷണിക്കുകയാണ്. എന്നാൽ ആരെയാണെന്നറിയാമോ? ഭക്തന്മാരെ. അതെന്താ ഭക്തന്മാരോട് മാത്രം താൻ പറയണമെന്ന് ഇത്ര വാശി എന്താ? ഭക്തന്മാർക്ക് മാത്രമേ ദൈവം കൊടുക്കുന്ന വിടുതലിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവരുടെ അന്തരാത്മാക്കൾക്ക് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അഭക്തരായ ഒരാളോട് ദൈവം തന്ന വിടുതലിനെക്കുറിച്ച് സംസാരിച്ചാൽ അവർക്കതിൻ്റെ ഘനം അവർക്കറിയില്ല. അവരിൽ അതൊരു യാതൊരു വിധമായിട്ടുള്ളതായ ചലനങ്ങളും ഉണ്ടാക്കുകയില്ല. എന്നാൽ ഒരു ഭക്തൻ ദൈവത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കി. ചിലരെ സൗഖ്യമാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നീ ആരോടും പറയരുത്, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയരുത്, കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പറയാവൂ. എന്നാൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ട്, ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് ആ കുഷ്ഠരോഗിയോട് കർത്താവ് പറഞ്ഞു, നീ പോയി നിൻ്റെ പുരോഹിതനും നിൻ്റെ പള്ളിയിലുള്ളവർക്കും ആലയത്തിലുള്ളവർക്കും നിന്നെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുക. നീ ശുദ്ധമായിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവർ നിന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഭൂതഗ്രസ്തനായിരുന്ന ഒരു മനുഷ്യൻ, നഗ്നനായി ദേശത്ത് മുഴുവനും ഒരു ഉപദ്രവകാരിയായിരുന്ന ഒരു മനുഷ്യൻ കർത്താവിൽ നിന്ന് സൗഖ്യവും വിടുതലും പ്രാപിച്ചു. അവിശ്വസനീയമായ ഒരു വിടുതലായിരുന്നു അത്. ആ നാട്ടുകാരും ഇവന് സൗഖ്യം ലോകത്തിൽ കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ആ നാട്ടുകാരും ആ ദേശക്കാരും കരുതിയിരുന്നില്ല. അത്രയ്ക്ക് അവർക്കെല്ലാം ഒരു തലവേദനയായിരുന്ന ഒരു മനുഷ്യൻ, ഭൂതഗ്രസ്തൻ, ഉപദ്രവൻ, തന്നെത്താൻ തൻ്റെ കരങ്ങളെയും കൈകാലുകളെയും എല്ലാം കല്ലുകൊണ്ട് ചതച്ച് വേദന എന്താണെന്ന് ഒന്നും അറിയാതെ രക്തമൊലിപ്പിച്ചുകൊണ്ട് നഗ്നനായി ദേശത്തെല്ലാം വെപ്രാളപ്പെട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. അവന് സൗഖ്യം കിട്ടിയപ്പോൾ അവൻ വന്ന് കർത്താവിനോട് പറഞ്ഞു,
ഗുരു, നിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിന്നെ അനുഗമിക്കട്ടെ. നീ പോകുന്നിടത്തൊക്കെയും വരുന്നത് എനിക്കൊരു സമാധാനം. പക്ഷേങ്കിൽ കർത്താവ് അവനോട് പറഞ്ഞു, വേണ്ട, നീ നിൻ്റെ ദേശത്തും നിൻ്റെ ഭവനക്കാർക്കും നിൻ്റെ ചാർച്ചക്കാർക്കും നിന്നെ തന്നെ കാണിക്കുക. നിനക്ക് വിടുതൽ കിട്ടി, നിനക്ക് സൗഖ്യം കിട്ടി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു മർമ്മപ്രധാനമായ കാര്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരാലും വിടുതൽ തരാൻ കഴിയാത്തതായ ചില സാഹചര്യങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ മനംനൊന്ത് ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്താണെന്നറിയാമോ? കർത്താവേ, എനിക്ക് വിടുതൽ തന്നാൽ ഞാൻ ഭക്തന്മാരോട് ഈ കാര്യം പ്രസ്താവിക്കും, ലോകത്തിൽ നിനക്ക് സാക്ഷിയാകും എന്ന് നിൻ്റെ അതരം കൊണ്ട് ഉച്ചരിച്ച് നീ നേർച്ച നേർന്നാൽ, അതരാർപ്പണം എന്ന് പറയുന്നത് സ്വർഗം കേൾക്കുന്ന ഒരു യാഗമാണ്, ഒരു പ്രോമിസറിയാണ്. മനുഷ്യന് ദൈവത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം, എനിക്ക് നീ വിടുതൽ തന്നാൽ, എൻ്റെ കുഞ്ഞിന് വിടുതൽ കൊടുത്താൽ, എൻ്റെ ഭർത്താവിന് വിടുതൽ തന്നാൽ, എൻ്റെ ഭാര്യയ്ക്കൊരു സൗഖ്യം കൊടുത്താൽ, എൻ്റെ മാതാപിതാക്കൾക്കൊരു വിടുതൽ കൊടുത്താൽ, എൻ്റെ സഹോദരങ്ങൾക്കൊരു വിടുതൽ കൊടുത്താൽ, കർത്താവെ, ഞാൻ ദേശത്ത് ഇന്ന ഇടങ്ങളിൽ പോയി നിന്നെ സാക്ഷിക്കും. അങ്ങനെയുള്ള ചില വ്യക്തികളോടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്നെ തന്നെ നിൻ്റെ പുരോഹിതന് കാണിക്കുക. നിൻ്റെ അശുദ്ധി കൊണ്ട് ദേശത്ത് നീ വേർകൃത്യപ്പെട്ട് മനഭാരപ്പെട്ട് അനേകർ ശുദ്ധിയുള്ളവർ ആലയത്തിൽ കടന്നു പോവുകയും ശുദ്ധിയുള്ളവർ ദൈവത്തെ ആരാധിക്കുകയും മാന്യന്മാരുടെ കൂട്ടത്തിൽ നടക്കുകയും ചെയ്തപ്പോൾ, കുഷ്ഠരോഗിയായ നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ നൊന്ത് വേദനപ്പെട്ട് ഒരു ദിവസം ശുദ്ധിയുള്ളവനെ പോലെ ആകുവാൻ നീ ആഗ്രഹിച്ചു, കൊതിച്ചു, നിൻ്റെ മനസ്സിൽ ചിന്തിച്ചു. ദൈവത്തോട് നീ ഒരു നേർച്ച നേർന്നു, എനിക്ക് ദൈവം ഏതെങ്കിലും രീതിയിൽ ഒരു വിടുതൽ തന്നാൽ ഞാൻ ശുദ്ധിയുള്ളവരുടെ മധ്യയെ സാക്ഷിക്കും. ഇത് ദൈവം കേട്ടിട്ടുണ്ടായിരിക്കാം. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ച് എൻ്റെ വായാൽ ഞാൻ നേർന്നു. ആ നേർച്ചയുടെ സഫലീകരണത്തിന് വേണ്ടി ദൈവം സങ്കീർത്തനക്കാരനൊരു വിടുതൽ കൊടുത്തു. വിടുതൽ കൊടുത്തപ്പോൾ അവൻ വിളിക്കുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതിനെ ഞാൻ വിവരിക്കാം. അങ്ങനെ നമ്മൾ വിവരിക്കുമ്പോൾ നമ്മുടെ ദൈവത്തോട് നാം പറഞ്ഞതായ കാര്യം, ആ പൊരുത്തനെ അല്ലെങ്കിൽ ആ വാഗ്ദാനം അല്ലെങ്കിൽ ആ ഒരു നേർച്ച നമ്മുടെ നാവാൽ നാം സാക്ഷിക്കുമ്പോഴാണ് ദൈവം നമുക്ക് തന്നായ വിടുതലിനെ നമ്മുടെ ശരീരത്ത്, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ അത് ഉറപ്പാകുന്നത്, നമ്മുടെ പ്രാണന് സമാധാനം ലഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാവാൽ ഉച്ചരിച്ച് നമുക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോഴാണ്. പലപ്പോഴും മാനസിക സംഘർഷത്താൽ, സാമ്പത്തിക ഞെരുക്കത്താൽ, ഇല്ലായ്മയുടെ ഒരു പടിവാതിലുകളിൽ നീ പലപ്പോഴും അലഞ്ഞവനായി, സഹായമില്ലാത്തവനായി, ഒരു രക്ഷയും ഇല്ലാതെ ജീവിതം തന്നെ മടുത്ത പല സന്ദർഭങ്ങളുണ്ട്. മാനസിക സംഘർഷം നിന്നെ വല്ലാതെ അലട്ടിയതായ സമയങ്ങളുണ്ട്. രോഗം നിന്നെ വലച്ചതായ സമയമുണ്ട്. നീ ആരുമറിയാതെ നിൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ദൈവത്തോടൊരു പൊരുത്തന ചെയ്തു, എനിക്ക് വിടുതൽ കർത്താവ് തരുമെങ്കിൽ, ദൈവം എനിക്ക് വിടുതൽ തരുമെങ്കിൽ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ മറ്റുള്ളവരോട് പ്രസ്താവിക്കും. നിങ്ങളുടെ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോടായി പറയുകയാണ്, നിങ്ങൾക്കും ഒരനുഭവം, നമ്മുടെ നാവിൽ നിന്നൊരു അർപ്പണം, ഒരു ശബ്ദം, സകല ഭക്തന്മാരുമായുള്ളവരെ, ഭക്തന്മാർക്ക് മാത്രമേ അത് കേൾക്കുമ്പോൾ ദൈവത്തോടുള്ളതായ ഒരു ഭയം, ദൈവമാരെന്നുള്ളതായ ഒരു വ്യക്തമായ ചിന്ത, ആശയം അവർക്കുള്ളതുകൊണ്ട് ആ ദൈവം സർവശക്തനാണെന്നുള്ളതായ ഒരു ബോധം അവർക്കുണ്ട്. ആ ബോധം ദൈവം മറ്റുള്ളവർക്ക് കൊടുത്തതായ, അന്യവർക്ക് കൊടുത്തതായ, ഒരു സഹോദരന് കൊടുത്ത, സഹോദരിക്ക് കൊടുത്ത, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വിടുതലിനെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ വലിയൊരു ചലനമുണ്ടാക്കും, ഒരു വ്യതിയാനമുണ്ടാക്കും, ഒരു രൂപാന്തരമുണ്ടാക്കും. ആ രൂപാന്തരം നമ്മൾ പറയുന്ന വാക്കുകൾ അനേകരുടെ വിടുതലിന് കാരണമായിത്തീരും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. 66-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യം സങ്കീർത്തനക്കാരൻ വിളിക്കുകയാണ്, സകല ഭക്തന്മാരുമായുള്ളവരെ. ഈ പ്രഭാതത്തിൽ നമുക്കും ദൈവം ഒരു വിടുതലിനെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം നമ്മുടെ നാവിൽ നിന്നും ഉയരണം. ഭക്തന്മാരായുള്ളവരെ കടന്നു വരുവീൻ, ഞാൻ എൻ്റെ പ്രാണന് വേണ്ടി ദൈവം ചെയ്തതിനെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കാം. നമ്മളിൽ നിന്ന് ആ ശബ്ദം പുറപ്പെടുമ്പോൾ വിടുതലിൻ്റെ കരം
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ചാർച്ചക്കാരിൽ, നമ്മുടെ ദേശത്ത് ആ വിടുതലിൻ്റെ കരം ഉറപ്പാകും. അത് സ്ഥിരമാകും, അസ്ഥിരപ്പെടുകയില്ല. ദൈവം തന്ന സൗഖ്യം സ്ഥിരമാക്കപ്പെടുന്നു. ആ സൗഖ്യത്തെ, സ്ഥിരമാക്കപ്പെട്ട ഒരു സൗഖ്യത്തെ, വിടുതലിനെ അനുഭവിപ്പാൻ ഈ പ്രഭാതത്തിലെ വചനം നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.